അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പെക്ടറിംഗിൽ PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ KWOC ഗ്രേഡ് 3 മെക്കാനിക്കൽ എക്സ്ക്ലൂസീവ് സെക്ഷന്റെ രണ്ടാമത്തെ സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്രൂ ത്രെഡിന്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡുകൾ ഏതൊക്കെയാണ്. അത് വി ത്രെഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അത് കൂടാതെ ബാക്കി ഏതൊക്കെ ത്രെഡുകളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ആ ഭാഗത്തിൽ നിന്ന് സാധാരണ രീതിയിൽ കേരള PSC എക്സാമിനേഷൻസിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്, എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെക്ഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അറ്റ് ദ എൻഡ് ഓഫ് ദി ലെസൺ നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യും. അപ്പോൾ മാക്സിമം ഒരു ലൈവ് സെക്ഷൻ നടത്തുമ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ഇന്ററാക്ട് ചെയ്യുക. ആൻസേഴ്സ് ഒക്കെ എല്ലാവരും ആ ലെസൺ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് ഇന്ററാക്ട് ചെയ്ത് ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വല്ല ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് എല്ലാം തന്നെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്സ് ആയിട്ട് എന്താണ് ത്രെഡ്, ത്രെഡിന്റെ എലമെന്റ്സ് എന്തൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എലമെന്റ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഫ്ലാങ്ക് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഫ്ലാങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്, എന്താണ് ഫ്ലാങ്ക് എന്ന് മാത്രം. അതായത് ഒരു സ്ക്രൂ ത്രെഡ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു സ്ക്രൂ ത്രെഡ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ടിനെയും ക്രസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്തിനെ അറിയപ്പെടുന്ന പേരാണ് ഫ്ലാങ്ക്, അല്ലെ? റൂട്ടിനെയും ക്രസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിന് അറിയപ്പെടുന്ന പേരാണ് ഫ്ലാങ്ക്. കാരണം എന്തുകൊണ്ട് ഞാനിത് ഫസ്റ്റ് തന്നെ ഫ്ലാങ്ക് മാത്രം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇനി സ്ക്വയർ ത്രെഡ് പഠിക്കുന്നു, ബട്ടർ ത്രെഡ് പഠിക്കുന്നു, നക്കിൾ ത്രെഡ് പഠിക്കുന്നു, ഇങ്ങനെ കുറച്ച് പേരുകൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഈ ഫ്ലാങ്കിന്റെ ഷേപ്പിലാണ് എന്തുള്ളത്, വ്യത്യാസങ്ങളുള്ളത്. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ എന്തിനെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത്, ഫ്ലാങ്കിനെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഒരു സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്ന ഒരു സംഭവം. സ്ക്വയർ ത്രെഡ് ടൈപ്പ് ഓഫ് ത്രെഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സ്ക്വയർ ത്രെഡ്. ഇനി ഇതിൽ നിന്നാണ് ബാക്കി ത്രെഡിലേക്ക് വരിക. ഈ ത്രെഡുകൾ, ത്രെഡിന്റെ ആംഗിൾസ്, അതിന്റെ ആപ്ലിക്കേഷൻ, മൂന്ന് കാര്യങ്ങളെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഒന്ന്, എന്താണ് നെയിം ഓഫ് ദ ത്രെഡ് എന്നാണെന്ന് ആദ്യം പഠിക്കുക. അപ്പൊ അതിന്റെ ആ ഒരു ഷേപ്പ്, ഒരു ബേസിക് അവയർനെസ് ഉണ്ടാക്കുക. ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് പ്രൊപ്പോർഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കി വെക്കുക. ഒരു 90% ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ഭാഗത്ത് നിന്ന് തന്നെയാണ് സ്ക്രൂ ത്രെഡിൽ നിന്ന് വന്നു കണ്ടിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ ഇതാണ് സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. സ്ക്വയർ ത്രെഡ്. അപ്പൊ ഇത് ഒരു പോർഷൻ മാത്രം എടുത്ത കേട്ടോ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും ത്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാവും, ഇവിടെ അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ ഹൈഡ്രോളിക് ജാക്കി, അതായത് കുറച്ചും കൂടെ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ത്രെഡുകൾ യൂസ് ചെയ്യുന്നു, ഫാസനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു, ഒരു ഹെവി ലോഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ത്രെഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫോം ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഈ ഫ്ലാങ്ക് എന്ന് പറയുന്നത്, ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഈ റൂട്ടും ക്രഷും നമ്മുടെ ഡിസ്റ്റൻസ് ആണ്, അല്ലെ? അല്ലെങ്കിൽ ആ ലൈനാണ്. ഇത് എന്ന് പറയുന്നത് ആയിരിക്കും പെർപെൻഡിക്കുലർ ലൈൻസ് ആയിരിക്കും. ക്ലിയർ? സ്ക്വയർ ത്രെഡിന് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് മാത്രമാണ്, പെർപെൻഡിക്കുലർ ലൈൻസ്. നമുക്കറിയാം പിച്ച് എന്ന് പറയുന്നത് രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു ത്രെഡിലെ രണ്ട് കറസ്പോണ്ടിങ് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് പോയിന്റ് ഇതാണ്, അല്ലെ? ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5p ആയിരിക്കും. 0.5p ആയിരിക്കും, ഓർത്തിരിക്കുക. 0.5p ആയിരിക്കും ഇതിന്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്, സ്ക്വയർ ത്രെഡ്സ് ഹാവ് ഫ്ലാങ്സ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദി ത്രെഡ്. ഓക്കെ, അപ്പൊ വി ത്രെഡ് എന്ന് പറയുന്നത്, ഫ്ലാങ്ക് എന്ന് പറയുന്നത് ചെരിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഇവിടുത്തെ ഇൻ ദിസ് കണ്ടീഷൻ ഫ്ലാങ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദി ത്രെഡ് ആയിരിക്കും. ഇതിന്റെ തിക്നെസ്സും ഡെപ്തും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5p. 0.5p ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതിന്റെ തിക്നെസ്സും ഹൈറ്റും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇത് നോക്കണ്ട, ഇത് എക്സ്റ്റേണൽ ത്രെഡ് നോക്കി, തിക്നെസ്സും ഹൈറ്റും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5p. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? 0.5p.
ഓക്കെ, ഒന്ന് പറഞ്ഞേ. റുമൈസ, നിഖിൽ, സൗമ്യ, ജയരാജ്, ഹസ്ന, പ്രിയങ്ക. നിങ്ങൾ ഒരു റൈസ് എ ഹാൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൈസ് എ ഹാൻഡ് ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യണമെന്നില്ല, ഒരു ജസ്റ്റ് റിയാക്ഷൻ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, യെസ്, ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് അത്രയേ ഉള്ളൂ അവിടെ. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഡയമെൻഷൻ പ്രൊപ്പോർഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് രണ്ടായിട്ട് കാണാൻ പറ്റും. ഒന്ന് ഇന്റേണൽ ത്രെഡ് എന്നും ഒന്ന് ഒരു എക്സ്റ്റേണൽ ത്രെഡ് എന്ന രീതിയിൽ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഹൈറ്റിന് ചെറിയൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാം. ഇത് എക്സ്റ്റേണൽ ത്രെഡ് ആണ്, ഇത് ഇന്റേണൽ ത്രെഡ് ആണ്. എക്സ്റ്റേണൽ ത്രെഡ് ആണ്, ഇന്റേണൽ ത്രെഡ് ആണ്. അപ്പൊ ഈ ഇന്റേണൽ ത്രെഡിന്റെ കേസിൽ ഈ ഹൈറ്റിന് ഒരു പ്രൊപ്പോർഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 0.5 പി പ്ലസ് എ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. 0.5 പി പ്ലസ് എ. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറിയ അലവൻസും കൂടെ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ അലവൻസ് എത്രയാണ് കൊടുക്കുക? അപ്പൊ ഇവിടെ തന്നെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 mm എന്ന് പറയുന്ന ഒരു വാല്യൂ കാണാൻ പറ്റും. 0.5 mm. ഈ 0.5 mm എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തത്തിലുള്ള ഈ സ്ക്രൂ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇതിന്റെ ഡയമീറ്റർ എടുക്കുന്ന സമയത്ത് ഒരു 110 mm മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0.5 mm ആണ് ഈ എ വാല്യൂ കൊടുക്കുക. ഓക്കെ, അതായത് ആക്ച്വലി ഹൈറ്റ് എന്ന് പറയുന്നത് 0.5 പി പ്ലസ്, അപ്പൊ സപ്പോസ് ഒരു പിച്ച് എന്ന് പറയുന്നത് ഒരു 5 mm ആണെന്ന് വിചാരിക്കാം. പിച്ച് എന്ന് പറയുന്നത് 5 mm ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 5 mm ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.5 ഇൻറ്റു 5, അപ്പൊ 2.5 പ്ലസ് ഈ അലവൻസും കൂടെ വരും. ഈ അലവൻസ് എന്ന് പറയുന്നത് നോർമലി 0.5 ആണ്, അത് ഫോർ എബൌട്ട് 110 mm ഡയ. ഓക്കെ, ഇനി 110 mm ഡയമീറ്റർ താഴെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.25 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചോ. അപ് ടു 110 mm എന്ന് പറയുന്ന ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുന്നു. മോർ ദാൻ ദാറ്റ് നമ്മൾ 0.5 കൊടുക്കുന്നു. ലെസ് ദാൻ ദാറ്റ് നമ്മൾ എത്ര കൊടുക്കുന്നു? 0.25 കൊടുക്കുന്നു. ഇതെന്താണ്? എ വാല്യൂ ആണ്. നോട്ട് ചെയ്തോട്ടോ, ക്വസ്റ്റ്യൻസ് കയറി വരും. കാരണം ഇവിടെ വളരെ ചുരുങ്ങി, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശക്കൊന്നും കാണിക്കാൻ പറ്റില്ല. ഈ പറയുന്ന പോയിന്റ്സ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എന്തൊക്കെ പഠിച്ചു? ഹൈറ്റ് ഓഫ് ഇന്റേണൽ ത്രെഡ്, ഹൈറ്റ് ഓഫ് ഇന്റേണൽ ത്രെഡ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റേണൽ ത്രെഡ് ആണ്. എക്സ്റ്റേണൽ ത്രെഡിന് രണ്ടും ഹൈറ്റും വിഡ്ത്തും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 0.5 പി ആണ് ഇൻ ദ കേസ് ഓഫ് ഇന്റേണൽ ത്രെഡ്. ഇൻ ദ കേസ് ഓഫ് ഇന്റേണൽ ത്രെഡ്, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്റ്റേണലും ഇന്റേണലും ഒക്കെ പഠിച്ചതാണ്. അപ്പൊ എക്സ്റ്റേണൽ ഇന്റേണൽ നമ്മുടെ ഡിഫറൻസ് അറിയാം. ഇന്റേണൽ ത്രെഡിന്റെ ഹൈറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 0.5 പിന്റെ കൂടെ ഒരു അലവൻസ് എ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഈ അലവൻസ് എയിൽ രണ്ട് വാല്യൂ ഉണ്ട്. 0.25 ഉണ്ട്, 0.5 ഉണ്ട്. ഫോർ അപ് ടു 110 mm ഡയമീറ്റർ ആണെങ്കിൽ 0.25 ആണ് കൊടുക്കുക. ഫോർ എബോ 110 mm ആണെങ്കിൽ നമ്മൾ എബോ 110 ആണെങ്കിൽ 0.5, ബിലോ 110 ആണെങ്കിൽ 0.25. ക്ലിയർ? എവിടെ യൂസ് ചെയ്യുന്നു? നമ്മൾ ഇത്രയും പഠിച്ചാൽ പോരാ, എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? സ്ക്രൂ ജാക്കൽ യൂസ് ചെയ്യുന്നു. ഏറ്റവും വെരി 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 ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ആണ്. അതായത് ട്രാൻസ്മിറ്റിംഗ് മോഷൻ ഓർ പവറിനാണ് മോസ്റ്റ് വൈഡ്ലി സ്ക്വയർ ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു. റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ക്രൂ ജാക്കിൽ വരുന്നുണ്ട്, വൈസിന്റെ ഹാൻഡിൽസിൽ വരുന്നുണ്ട്, ഈ ലേറ്റ് മെഷീൻസിലൊക്കെ കോമ്പൗണ്ട് സ്ലൈഡിൽ വരുന്നുണ്ട്, ഷേപ്പിംഗ് മെഷീൻസിലെ ക്രോസ് സ്ലൈഡിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് നമ്മളൊരു PSC പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ റിയൽ ലൈഫ് എല്ലാ എക്സ്പീരിയൻസും എടുത്ത് പഠിക്കണമെന്നില്ല. ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചോ. ഒന്ന് സ്ക്രൂ ജാക്ക്, രണ്ട് വൈസ് ഹാൻഡിൽസ്. സ്ക്രൂ ജാക്ക് ആൻഡ് വൈസ് ഹാൻഡിൽസ്, ഇത് രണ്ടും മാത്രം നിങ്ങളൊന്ന് പഠിക്കുക. സ്ക്രൂ ജാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈ വണ്ടിയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ലേ, ജാക്ക് വെക്കുക എന്ന് കേട്ടില്ലേ, അതായത് സ്ക്രൂ ജാക്ക് വെക്കുന്നു എന്ന് കേട്ടില്ലേ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ അത്രയും വെയിറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. നിങ്ങൾ തന്നെ നോക്കി നോക്കുക, ഒരു ഇത്രയും വലിയൊരു വണ്ടീനെ ഇത്രയും ഇല്ലാത്തൊരു കമ്പോണന്റ് വെച്ചിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിഫ്റ്റ് ചെയ്യുന്ന ആ ലോഡ് മൊത്തം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ മെക്കാനിക്കലിന്റെ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്, ഈ സ്ക്വയർ ത്രെഡിന്റെ ആ ഒരു പ്രത്യേകത യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ സ്ക്രൂ ജാക്കിലും വൈസിന്റെ ഹാൻഡിൽസിലുമായിരിക്കും മോസ്റ്റ് വൈഡ്ലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്ക്വയർ ത്രെഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണല്ലോ? സാധാരണഗതിയിൽ ഇതിനെ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്, അതുപോലെ ഇതിന്റെ പിച്ച് എത്രയാണ്. ഇപ്പം SQ 60 × 9 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ എഴുതാം.
അപ്പോൾ ഒരു SQ 60 × 9 എഴുതി കഴിഞ്ഞാൽ ഈ 60 എന്ന് മീൻ ചെയ്യുന്നത് ഇതിന്റെ നോർമൽ ഡൈയും 9 എന്ന് മീൻ ചെയ്യുന്നത് ഇതിന്റെ പിച്ചും ആയിരിക്കും. ഓക്കെ, ഒരു IS ഒരു ആസ് പെർ IS 4690 1968 വെച്ചിട്ടാണ് IS നമ്പറുകൾ അങ്ങനെ വൈഡ്ലി യൂസ് ചെയ്യാറില്ല. ഞാൻ എന്തായാലും നോട്ടിൽ അത് ഡീറ്റെയിൽ നോട്ട് തരുന്നതിന് കൂടെ അത് ജസ്റ്റ് എന്ത് ചെയ്ത് വെച്ചേക്കാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ലാസ്റ്റ് സമയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? ഓക്കെ, അടുത്ത ത്രെഡിലേക്ക് പോവാം. ജയരാജ്, നിഖിൽ, രോഹിത്, സജ്നി, സൗമ്യ, വിഷ്ണു വി. ഓക്കെ, രഞ്ജിത്ത്. ഓക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് വിളിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ത്രെഡിൽ ഇവിടെ ഞാൻ ഫ്ലാങ്കിന്റെ കാര്യം നമ്മൾ എടുത്തപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞല്ലേ, ഇതിങ്ങനെ പറഞ്ഞു, ഇത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ത്രെഡിൽ ചെറിയ കുറച്ച് വേരിയേഷൻസ് വരുത്താം എന്ന് വിചാരിക്കും. ഫ്ലാങ്കിന്റെ ഷേപ്പിൽ ചെറിയൊരു വേരിയേഷൻസ് നടത്തി കഴിഞ്ഞാൽ ഇതിന് എന്ത് മാറ്റാണ് വരിക? അപ്പൊ നമുക്കറിയാം, കുറെ ഷേപ്പുകൾ അറിയാം. ട്രപ്പസോയിഡ് എന്ന് പറയുന്ന ഷേപ്പ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ട്രപ്പസോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? അത് ഇങ്ങനെ വരുന്ന സംഭവത്തിനെയാണ് ട്രപ്പസോയിഡ് എന്ന് പറയുക, അല്ലെ? ഇങ്ങനെ വരുന്നതിനാണ് ട്രപ്പസോയിഡ് എന്ന് പറയുക. അപ്പൊ ഇങ്ങനെയും നമുക്ക് ത്രെഡ് ഉണ്ടാക്കാം. അതായത് മറ്റത് സ്ക്വയർ ആയിരുന്നു, ഇതിനെ നമുക്ക്, അതായത് ഈ ഒരു സെക്ഷൻ എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്വയർ പോലെ തന്നെ തോന്നില്ലേ? എന്നാൽ ഇതിന്റെ ഷേപ്പ് നമുക്ക് ട്രപ്പസോയിഡ് പോലെ ആക്കി കഴിഞ്ഞാൽ ആ ത്രെഡ് അറിയപ്പെടുന്ന പേരാണ് ട്രപ്പസോയിഡൽ ത്രെഡ്. വളരെ 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 ഇമ്പോർട്ടന്റ് ത്രെഡാണ് ട്രപ്പസോയിഡൽ ത്രെഡ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മെഷീൻ ടൂൾസിൽ, കാരണം കഴിഞ്ഞ തവണത്തെ സിലബസിലൊക്കെ മെഷീൻ ടൂൾസ് കൂടെ പഠിക്കാനുണ്ടായിരുന്നു. ലൈക്ക് ലേത്ത് മെഷീൻ, ഷേപ്പർ മെഷീൻ, അങ്ങനെ കുറെ മെഷീൻസ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഈ ലേത്ത് എന്ന് പറയുന്ന ദ ക്യൂൺ ഓഫ് മെഷീൻസ് എന്നറിയപ്പെടുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെ ഒരു എന്താ പറയുക, ക്യൂൺ ഓഫ് മെഷീൻസ് അറിയപ്പെടുന്ന ഒരു മെഷീനാണ് ലേത്ത് മെഷീൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ പോലും പലപ്പോഴും ആവാതെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ ലേത്ത് മെഷീൻസിൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ലീഡ് സ്ക്രൂലൊക്കെ നമ്മൾ ഈ ഒരു ടൈപ്പ് ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഇവിടെ നിന്ന് ഒരു, എനിക്ക് തോന്നുന്നു ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ട് എന്നിട്ട് പിന്നെയും എടുക്കാതെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, അതാണ് അക്മേ ത്രെഡ്. അക്മേ ത്രെഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എന്താണ്, ട്രപ്പസോയിഡൽ ത്രെഡ് ആണ്. ഓക്കെ, ട്രപ്പസോയിഡൽ ത്രെഡ് ആണ്. ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 29 ഡിഗ്രിയാണ്. ഇത് യൂസ് ചെയ്യുന്നത് ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂലാണ്. നിങ്ങൾ ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂ എന്താണെന്നൊന്നും പഠിക്കണ്ട. ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂവില് 29 ഡിഗ്രി ഇന്റേണൽ ആംഗിൾ ഉള്ള ഒരു ട്രപ്പസോയിഡൽ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ത്രെഡിന്റെ പേര് ആക്മേ എന്നാണ്. ഓക്കെ, നിങ്ങൾ അതിനപ്പുറത്തോട്ട് വേറെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് പഠിക്കൊന്നും വേണ്ട. നമ്മൾ കുറെ ത്രെഡുകളെ കുറിച്ച് പഠിക്കുന്നു. ഈ ത്രെഡിനൊക്കെ ഓരോ ആൾക്കാർ ഓരോ പേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് ഫൗണ്ട് ചെയ്യുന്ന സയന്റിസ്റ്റിന്റെ പേരൊക്കെ ആയിരിക്കാം. ബട്ട് ആക്മേ ത്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതിന് 29 ഡിഗ്രിയാണ് ഇന്റേണൽ ആംഗിൾ. ഇറ്റ്സ് എ മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡ് ആണ്. കാരണം സ്ക്വയർ ആയിരുന്നു, ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആക്മേ ത്രെഡ് അല്ലെങ്കിൽ ട്രപ്പസോയിഡൽ ത്രെഡ് ആയിട്ട് മാറ്റിയത്. 29 ഡിഗ്രിയാണ് ഇതിന്റെ ഇന്റേണൽ ആംഗിൾ. 29 ഡിഗ്രിയാണ് ഇതിന്റെ ഇന്റേണൽ ആംഗിൾ. പിന്നെ തിക്നെസ്സിന് ഒരു റേഷ്യോ പറയുന്നുണ്ട്. ഇത് ഇതുവരെ ക്വസ്റ്റ്യൻ കണ്ടിട്ടൊന്നുമില്ല. രണ്ട് വാല്യൂസ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഫിഗറിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ അത് അങ്ങനെ തന്നെ പറയാണ്, ഇതുവരെ എന്ത് വന്നിട്ടില്ല, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടൊന്നുമില്ല. ഓക്കെ, കാരണം ഈ സ്ക്വയർ കട്ട് ചെയ്യുന്നതിനെക്കാട്ട് എളുപ്പം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസ് ഓഫ് മാനുഫാക്ചറിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 0.5p പ്ലസ് 0.25 mm അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.5p പ്ലസ് തിക്നെസ് എന്ന് പറയുന്നത് 0.370p എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിഗറിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, അല്ലാതെ അങ്ങനെ ഒരുപാട് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോ അങ്ങനെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഈ രണ്ട് വാല്യൂസ്. ഓക്കെ, ടിയും ഇതാണ് ടി, ഇതാണ് എച്ച്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 0.3707p ആയിട്ടും അതുപോലെ തന്നെ എച്ച് ഈസ് ഈക്വൽ ടു 0.5p പ്ലസ് 0.25 mm ആയിട്ടും നമ്മുടെ ഈ ഫിഗറിൽ തന്നിട്ടുണ്ട്. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് വാല്യൂസ് തുടക്കത്തിൽ പഠിക്കേണ്ട കാര്യമില്ല,
ലാസ്റ്റ് പഠിച്ചാൽ മതി. പക്ഷെ 110 ബേസ് ചെയ്തിട്ട് 0.25 ആയിട്ടും 0.5 ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് എസ്പെഷ്യലി നോട്ടായിട്ട് തന്നതുകൊണ്ട് നമ്മൾ സ്ക്വയർ ത്രെഡിന്റെ എ വാല്യൂ പഠിക്കണം. കാരണം നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഈ ബുക്ക് എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി എടുക്കുകയാണ് ഒരാൾ. അപ്പൊ അവിടെ നിന്ന് എന്തായിരിക്കും ചോദിക്കുക? അപ്പം ഒരു ഫിഗറിൽ നിന്ന് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ റയറാണ്. ഇനി ഒരു വലിയ വാല്യൂസ് ഉള്ള ഒരു ടേബിൾ ആണെങ്കിൽ അതിന് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ് എപ്പോഴും കൂടുതലായിട്ട് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇത് ആരെങ്കിലും ആൻസറും കൂടെ ചെയ്യണ്ടേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്നിരുന്നാലും ഞാനൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. ഇനി ഇതിന്റെ കൂടെ ഇപ്പൊ ആക്മേ ത്രെഡിന്റെ ആംഗിൾ ചോദിക്കുന്നതിന്റെ കൂടെ തന്നെ മെട്രിക് ആക്മേ ത്രെഡിന്റെ ആംഗിൾ ചോദിക്കാറുണ്ട്. മെട്രിക് ആക്മേ ത്രെഡ് ഇതിൽ സിവിലുകാർ ആൻസർ വേണമെന്ന് ഞാൻ പറയുന്നില്ല. മെക്കാനിക്കലുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറി കയ്യിലുണ്ടോ എന്ന് നോക്കട്ടെ. മെട്രിക് ആക്മേ ത്രെഡിന്റെ ആക്മേ ടൈപ്പ് ഓഫ് ട്രപ്പസോയിഡ് ബട്ട് ഇറ്റ്സ് എ മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ. ക്ലിയർ ജയരാജ്? ആക്മേ എന്ന് പറഞ്ഞ ട്രപ്പസോയിഡ് ത്രെഡ് ആണ്, നമുക്കൊരു സംശയമില്ല, അതിന്റെ ഷേപ്പേ അത് തന്നെയാണ്. ബട്ട് ഇത് എന്ന് പറയുന്നത് സ്ക്വയറിനെ മോഡിഫൈ ചെയ്ത് മാറ്റിയെടുത്തു എന്ന് മാത്രം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ അല്ല ജയരാജ്, ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ആക്മേ ത്രെഡിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 29 ഡിഗ്രിയാണ്. ബട്ട് ഞാൻ ചോദിക്കുന്നത് മെട്രിക് ആക്മേ ത്രെഡിന്റെ ആംഗിൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സിവിലുകാർ വിട്ടേക്ക്. ഞാൻ വെറുതെ ഒരു രസത്തിന് ഒരു ക്ലാസ് ഒന്ന് ഇന്ററാക്റ്റീവ് ആക്കാൻ ചോദിക്കുന്നു. 30 ഡിഗ്രി. വെരി ഗുഡ് റുമൈസ. 31 30. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. 30 ഡിഗ്രി ആണ് മെട്രിക് ആക്മേ ത്രെഡിന്റെ ഇന്റേണൽ ആംഗിൾ. ഇത് വളരെ റയർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആക്മേ ത്രെഡിന്റെ ഇന്റേണൽ ആംഗിൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കീവേഡ് മനസ്സിൽ വെച്ചോളാം. ആക്മേ എന്ന് പഠിക്കുമ്പോൾ നോർമലി ഇന്റേണൽ ആംഗിൾ ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 29 ഡിഗ്രി ആൻസർ ചെയ്യാം. മെട്രിക് ആക്മേ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രി ആൻസർ ചെയ്തോളാം. ഓക്കെ, ക്ലിയർ? നോട്ട് ചെയ്തോട്ടോ. കാരണം ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മുമ്പ്, ഇത് വളരെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ നന്നായി പഠിച്ചു പോകുന്നവർക്ക് പെട്ടെന്ന് തെറ്റു വരാൻ പ്രോബബിലിറ്റി ഉള്ള ഒരു വാല്യൂ ആണ്. കാരണം ആക്മേ 29 എന്ന് പറയുന്നത് ഒരുപാട് എക്സാമിന് ചോദിച്ചത് കൊണ്ട് ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും. ബട്ട് മെട്രിക് ആക്മേ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു വാല്യൂ ആണ്. സോ അത് ഒരു സ്പെഷ്യൽ നോട്ട്, ഒരു 5 സ്റ്റാർ പോയിന്റ് ആയിട്ട് മാറ്റി വെച്ചോളാം. ചിലതിന് നമ്മളൊരു സ്റ്റാർ ഒക്കെ ഇട്ട് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതുന്ന സമയത്ത് ചില പോയിന്റുകൾ ഇപ്പം നമ്മൾ നോർമലി ഒരു നോട്ട് ഇങ്ങനെ എഴുതി വരികയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ എഴുതി 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 വരുന്നു. ചില പോയിന്റ്സ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെർട്ടിക്കലി ഇങ്ങനെ എല്ലാ പോയിന്റും എഴുതരുത് കേട്ടോ. ഇങ്ങനെയുള്ള വളരെ കീ ആയിട്ടുള്ള പോയിന്റ്സ് നേരെ തിരിച്ചു എഴുതി എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ, കാരണം നമുക്ക് ലാസ്റ്റ് റിവിഷനെ നിർബന്ധമായിട്ട് നോക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള ഒരു 5 സ്റ്റാർ പോയിന്റ് ആണ് മെട്രിക് ആക്മേ 30 ഡിഗ്രി എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്ക് അങ്ങോട്ട് പോകും. ഇനി നോക്കിക്കോ, അടുത്ത ത്രെഡിലേക്ക് നമ്മൾ പോവാണ്, ദാറ്റ് ഈസ് ബട്ട്രസ് ത്രെഡ്. അടുത്ത ത്രെഡിലേക്ക് നമ്മൾ പോവാണ്, ദാറ്റ് ഈസ് ബട്ട്രസ് ത്രെഡ്. ബട്ട്രസ് ത്രെഡ് ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആക്മേ ത്രെഡ് എന്ന് പറയുന്നത് ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂ ഓഫ് ലെയ്ത്ത് മെഷീൻസ്. ലീഡ് സ്ക്രൂ ഓഫ് ലെയ്ത്ത് മെഷീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ അടുത്ത ത്രെഡ് ബട്ട്രസ് ത്രെഡ് ആണ്. ബട്ട്രസ് ത്രെഡിന്റെ ആ ഒരു ഫോം നിങ്ങൾ നോക്കുക. ബട്ട്രസ് ത്രെഡ് എന്ന് പറയുന്നത് ഇത് ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഒരു സൈഡ് പെർപെൻഡിക്കുലർ, വൺ ഫ്ലാങ്ക് പെർപെൻഡിക്കുലർ. അതായത് 2 ഫ്ലാങ്ക് ഉണ്ട് അല്ലേ? ഇതൊരു ഫ്ലാങ്ക് ആണ്, ഇതൊരു ഫ്ലാങ്ക് ആണ്. അപ്പൊ ഈ ഫ്ലാങ്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫ്ലാങ്ക് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണ്. പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണ്. സെക്കൻഡ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്, നമ്മുടെ രണ്ടാമത്തെ ഫ്ലാങ്ക് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ? 45 ഡിഗ്രി ടു ദ ആക്സിസ് ആണ്. Got it? അതായത് ബട്ട്രസ് ത്രെഡ് എന്ന് പറയുന്നത് വൺ ഫ്ലാങ്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ത്രെഡ് ആക്സിസ്. കാരണം ഇതിന്റെ ആ ഫോം ഓഫ് ത്രെഡ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അതർ ഫ്ലാങ്ക് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി. 2 ഫ്ലാങ്ക് ഉണ്ടല്ലോ,
ഒരു ഫ്ലാങ്ക് പെർപെൻഡിക്കുലർ, ഒരു ഫ്ലാങ്ക് 45 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു വൺ ഡയറക്ഷനിലേക്ക് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. കാരണം കൂടുതലായിട്ടും ഒരു കൺവെയർ സിസ്റ്റം ഒക്കെ വരുന്നില്ല, ഈ പവർ പ്രൊസസ്സ്, കാർപ്പൻട്രി വൈസ്, അതുപോലെ തന്നെ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ വാച്ചസിൽ വാച്ച് ചില വാച്ചിൽ ഇതിൻ്റെ മുകളിൽ ഈ ഡയലിൻ്റെ മുകളിൽ ഒരു സംഭവം നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഒന്ന് വെറുതെ എപ്പോഴെങ്കിലും നോക്കുക. ഈ സാധനം ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല. നമുക്ക് വൺസ് തിരിച്ച് ഇത് വീണ്ടും റീസെറ്റ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ ഇതിനെ മൊത്തത്തിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴെങ്കിലും ഇപ്പം ആരെങ്കിലും വാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കി നോക്ക്, ആരുടെയൊക്കെ വാച്ച് അങ്ങനെ ഉണ്ടാവും. അതായത് ഇതിന്റെ മുകളിൽ ഡയല് ഒരു തവണ ഇങ്ങനെ നമ്മൾ ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരില്ല, കാരണം ഇത് ഒരു സൈഡിലേക്ക് ലോക്കായി പോകും. ക്ലിയർ വാട്ട് ദ പോയിന്റ്? ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു സൈഡിലേക്ക് മാത്രമാണ് ഇവൻ എന്ത് ചെയ്യുള്ളൂ, റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൺ ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കും, ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കും ആശാൻ എന്ത് ചെയ്യുള്ളൂ, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അത് തന്നെയാണ് ബട്ടർസ് ത്രെഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാനുള്ളൂ. ബട്ടർസ് ത്രെഡിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബട്ടർസ് ത്രെഡിൽ ഫ്ലാങ്കിന്റെ ഷേപ്പ് ഓർത്തിരിക്കുക. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് ആക്സിയൽ ഫോഴ്സ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഓക്കെ, അതായത് ഇതൊരു ഐഡിയൽ കേസാണ്. അത് ഫോഴ്സ് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ബട്ടർ ത്രെഡ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുള്ളത് കാർപ്പൻട്രി വൈസസിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുള്ളത്. കാർപ്പൻട്രി വൈസസിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്താണ്? ദാറ്റ് ഈസ് ബട്ടർ ത്രെഡ്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ത്രെഡിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് ബട്ടർ ത്രെഡ്. ഇതിന് പറയുന്ന വേറൊരു പേര് സോ ടൂത്ത് ത്രെഡ് എന്ന് കൂടെ അറിയപ്പെടാറുണ്ട്. സോ ടൂത്ത് ത്രെഡ്. ഓക്കെ, അങ്ങതും കൂടെ ഇതിൽ അറിയപ്പെടാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തറിയേണ്ട കാര്യമുള്ളൂ, ബട്ടർ ത്രെഡിനെ കുറിച്ച് അറിയേണ്ട കാര്യമുള്ളൂ. പിന്നെ ഒരു മോഡിഫൈഡ് ബട്ടർസ് ഉണ്ട്. മോഡിഫൈഡ് ബട്ടർസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫിഗറിന്റെ അടിയിൽ ഈ ഒരു ഏരിയ ഉണ്ടോ, ഇത് പക്ഷേ ഈ ഫ്ലാങ്ക് എന്ന് പറയുന്നത് നേരെ പെർപെൻഡിക്കുലർ ആയിരുന്നു. ബട്ട് ഇവിടെ ഈ പെർപെൻഡിക്കുലറിന് പകരം ചെറിയൊരു വേരിയേഷൻ ആശാൻ വരുത്തിയിട്ടുണ്ട്. ഒരു 7 ഡിഗ്രി ലെഫ്റ്റിലേക്ക് ചെറിയൊരു ടിൽറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടൊന്നുമില്ല. ബട്ട് നമ്മൾ മോഡിഫൈഡ് മോഡിഫൈഡ് ബട്ടർ ത്രെഡ് എന്ന് പറയുന്ന ഒരു ത്രെഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു വേരിയേഷൻ ഓഫ് ബട്ടർ ത്രെഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഫ്ലാങ്ക് ആംഗിൾ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഈ 90 ഡിഗ്രി ആംഗിളിൽ നിന്ന് ഒരു 7 ഡിഗ്രി ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും കയറി വന്നിട്ടില്ല. ബട്ട് നമ്മൾ എന്ത് ചെയ്തോളാം, ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. കാരണം കുറച്ചും കൂടെ, അതായത് നമ്മൾ നോർമൽ ബട്ടർ ത്രെഡിനെക്കാട്ടും കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷനും കുറച്ചും കൂടെ ബെറ്റർ സ്ട്രെങ്ത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുള്ളത് ഒന്ന് കാർപ്പൻട്രി ബെഞ്ച് വൈസിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണ്? ബട്ടർ ത്രെഡ്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ത്രെഡ് ഏതാണ്? ബട്ടർ ത്രെഡ്. ഈ 2 പോയിന്റുകളാണ് നമ്മൾ ഇത്രയും കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരു ത്രെഡും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് നക്കിൾ ത്രെഡ്. ഈ പേര് തൽക്കാലം നമ്മൾ ഇട്ടതാണ്. നക്കിൾ റൗണ്ട് ത്രെഡ് എന്ന് പേരൊന്നുമില്ല, അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഫോം എന്ന് പറയുന്നത് ഹാഫ് സർക്കിൾ ആണ് അല്ലെ? റൈറ്റ്, കിട്ടിയ? ഇതിന്റെ ഒരു ഫോർമേഷൻ ഓഫ് ത്രെഡ് ഈസ് ലൈക്ക് എ റൗണ്ട് പാറ്റേൺ. ഇങ്ങനത്തെ ഒരു വേവ് ഉള്ള രീതിയിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കി, ഇതിന്റെ ഹൈറ്റും റേഡിയസും ഒക്കെ ഒന്ന് അറുത്തിരിക്കുക. h ഈസ് ഈക്വൽ ടു 0.5p. ഇതാണ് h എന്ന് പറയുന്നത്. ഇതിന്റെ r റേഡിയസ് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ പകുതി ആയിരിക്കണമല്ലോ. ഓക്കെ, എങ്കിൽ മാത്രമല്ല, അപ്പോൾ 0.25p. ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഭാഗത്ത് നിന്ന് നക്കിൾ ത്രെഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുള്ളത് ആകെ ഇതിന്റെ ആപ്ലിക്കേഷനാണ്. ഇതൊരു റൗണ്ട് ഫോം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് അത്രയും എളുപ്പമായതുകൊണ്ട് അതെന്തായാലും ചോദിക്കാൻ സാധ്യതയില്ല. ബട്ട് അതിന്റെ ആപ്ലിക്കേഷൻ
ചോദിക്കും വരും. നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ് കണക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഹോസിന്റെ കണക്ഷൻ ഒന്നും വേണ്ട, അടുക്കളയിൽ പോവാ. ഗ്യാസ് അടുപ്പിലേക്ക് ആ ഗ്യാസിന്റെ കേബിൾ ഫിക്സ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. സ്റ്റൗവിന്റെ പോർഷനിലേക്ക് ഗ്യാസിൽ നിന്നുള്ള കണക്ഷൻ ഫിക്സ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ പോയി ഊരണ്ട, എപ്പോഴെങ്കിലും ഊരി കണക്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യുന്ന സമയത്ത് നോക്കി നോക്കുക. ഈ ഗ്യാസിന്റെ കണക്ഷൻ ഇതിലേക്ക് വരുന്ന ഏരിയ റൗണ്ട് ഫോമിലായിരിക്കും ഉണ്ടാവുക. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിബഡി? കാരണം ഇത് ലീക്ക് വരാൻ പാടില്ലല്ലോ, ഇത് ലീക്ക് പ്രൂഫ് ആയിരിക്കണ്ടേ. ഗോട്ട് ഇറ്റ്? അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ വേറെ ഒന്നും, ഈ പുതിയ സ്റ്റൗ ഒക്കെ എപ്പോഴെങ്കിലും വാങ്ങുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് പോയി നോക്കിയാൽ മതി. ഈ നോക്കുന്ന സമയത്ത് യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദാറ്റ് ആ ഒരു ഏരിയ മാത്രം ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇത് ലീക്ക് ആവില്ല. ഒരിക്കലും ലീക്ക് ആവില്ല, കാരണം ആ ഒരു ഫോം, അതിനാണ് ഈ റൗണ്ട് ഫോം കൊടുക്കുന്നത്. അപ്പൊ വാൽവ് ഹോസസ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്. ഗ്യാസിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്. ബട്ട് നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂ പ്രാക്ടിക്കൽ എക്സാമ്പിൾ മാത്രമായിട്ട് കാര്യമില്ല. PSC എന്ന് ചോദിച്ചതുകൊണ്ട് പറയണം റെയിൽവേ കാരേജ് കപ്ലിംഗ്. ദാറ്റ്സ് എ കീ പോയിന്റ് ഫോർ കേരള PSC. റെയിൽവേ കാരേജ് കപ്ലിംഗിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണ്? ദാറ്റ് ഇസ് നക്കിൾ ത്രെഡ്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ ആണോ? റെയിൽവേ കാരേജ് കപ്ലിംഗിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് നക്കിൾ ത്രെഡ് ആണ്. ഓക്കെ, വാൽവിന്റെ സ്പിൻഡിൽസിലുണ്ട്, പിന്നെ റെയിൽവേ കാരേജ് കപ്ലിംഗ് ഉണ്ട്. അതാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഹോസിന്റെ കണക്ഷൻസ് ഉണ്ട്. അപ്പം ഓർത്തിരിക്കേണ്ടത് അതൊരു സർക്കുലർ ത്രെഡ് പ്രൊഫൈലാണ്. കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഷാർപ്പൊന്നല്ല. ഈ ട്രപ്പസോൾ ത്രെഡൊക്കെ ഷാർപ്പാണ്. കുറച്ച് ഇത് ഡാമേജ് അങ്ങനെ വരില്ല, ഒരു ലെസ് പ്രോൺ ആണ് അല്ലേ, ഒരു ലെസ് പ്രോൺ ടു ഡാമേജ് എന്ന രീതിയിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാം. അതുകൂടെ കൂടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ കണക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കപ്ലിങ്ങിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സംഭവം, അതായത് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഇതിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതുപോലെ ഡ്രോയിങ്ങിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഇതൊരു കടയിൽ പോയി നമ്മൾ ഇതിനെക്കുറിച്ച് ഇതൊരെണ്ണം വാങ്ങണം, നമ്മൾ എന്ത് പറഞ്ഞത് വാങ്ങും, സ്പെസിഫിക്കേഷൻ. ദാറ്റ് ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ത്രെഡിനെ എങ്ങനെയാണ് നമ്മൾ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്. ഒന്ന് ത്രെഡിന്റെ ഡയമീറ്റർ പറയാം അല്ലേ, ത്രെഡിന്റെ പിച്ച് പറയാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്താൽ മതി. ത്രെഡിന്റെ ഡയ പറയാം, ത്രെഡിന്റെ പിച്ച് പറയാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ ഓഫ് സ്റ്റാറ്റ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു, നമ്പർ ഓഫ് സ്റ്റാറ്റ്സ് പറയാം. ടോളറൻസ് എന്ന് പറയുന്നത്, ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് എന്ന് പറയുന്ന ഏരിയ പഠിക്കാനുണ്ട്. അതിൽ ടോളറൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിൽ എത്രത്തോളം അലവൻസ് കൊടുക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ വലിയ ടോളറൻസ് എന്ന് പറഞ്ഞ ഇതാവൊന്നും വേണ്ട. ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോസ് 50 mm ഡയാണ് നമുക്ക് ഈ പറയുന്ന ത്രെഡിന് വേണ്ടത് സപ്പോസ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇത് എക്സാക്ട്ലി 50 മാനുഫാക്ചർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമ്മൾ പറയാണ് 51 ആയാലും കുഴപ്പമില്ല, ഒരു 49 ആയാലും കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോൾ 50നെ +or-1 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ 51 - 49, അതായത് ഇതിന്റെ ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 51 ആണ്. ഇതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 49 ആണ്. നമ്മൾ സൈസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അലവൻസ് കൊടുക്കുകയാണ്, ഇത്രയാണ് വേണ്ടത്, ബട്ട് കുറച്ച് ഡീവിയേഷൻ വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ 51 - 49 എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ 2, ഇതാണ് നമ്മുടെ ടോളറൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ നമ്മുടെ ടോളറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സംഭവം വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ത്രെഡിന്റെ ഡയറക്ഷൻ പറയാം, ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ എന്ന് പറയാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ത്രെഡിനെ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലൈക്ക് ഒരു M20 × 1.5 കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റി എക്സാമിനേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. M20 × 1.5 എന്താണ് ഈ M എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ്സ് ഇറ്റ്. അത്രേ ക്വസ്റ്റ്യൻ അത്രേ വന്നിട്ടുള്ളൂ. എന്താണ് ഈ M എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. M20 × 1.5 ഈ M എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാമോ? കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് എഴുതിയ വാട്ടർ അതോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. അല്ല, ദാറ്റ്സ് മെട്രിക് ത്രെഡ്. മേജർ ഡയ വൺ ഓഫ് ദി ഓപ്ഷൻ ആയിരുന്നു. M20 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് മെട്രിക് ത്രെഡ്. മെട്രിക് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്.
20 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മേജർ ഡയ തന്നെയാണ്. അത് ഒബ്വിയസ്ലി നമ്മൾ എന്തേ എക്സ്പെക്ട് ഇത് ചെയ്യുള്ളൂ? നമ്മുടെ നോമിനൽ ഡയമീറ്റർ മാത്രമേ ചെയ്യുള്ളൂ. അവിടെ സംശയം വരാൻ സാധ്യതയുണ്ട്. M20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M മീൻ ചെയ്യുന്നത് ഇറ്റ്സ് എ മെട്രിക് ത്രെഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ M20 1.5 എന്ന് പറഞ്ഞാൽ അതിന്റെ പിച്ച് ആയിരിക്കും. ഇനി ഇപ്പൊ M20 × 2 അതിങ്ങനെ ഒരു 6G കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6G എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റ് ഫിറ്റിൽ പഠിക്കും. അങ്ങനത്തെ കുറെ ഗ്രേഡുകൾ പഠിക്കാനുണ്ട്. പിന്നെ ലിമിറ്റ് ഫിറ്റിലൊക്കെയാണ് ലിമിറ്റ്, അത് നിങ്ങൾ ഇപ്പോൾ വിട്ടേക്കും, നമ്മൾ അത് കൂടെ കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡൗട്ടായി പോകും. എനിവേ M20 1.5 എന്ന് പറയുന്ന എക്സാമ്പിൾ ഓർത്തിരിക്കുക. M എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെട്രിക് ത്രെഡ് ആണ്. 20 mm നോമിനൽ ഡയ ആണ്. 1.5 mm പിച്ച് ആണ്. നോമിനൽ ഡയ എന്ന് പറഞ്ഞാൽ മേജർ ഡയ തന്നെയാണ് മീൻ ചെയ്യുന്നത്. രണ്ട് പേരിൽ ഇങ്ങനെ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലോ സംശയങ്ങളൊന്നുമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സ്ക്വയർ ത്രെഡ് ആണ്. സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ഫ്ലാങ്സ് പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നു. വൈസിലും സ്ക്രൂ ജാക്കിലും യൂസ് ചെയ്യുന്നു. ട്രപ്പസോയിഡ് ത്രെഡ് എന്ന് പറയുന്നത് ഷേപ്പ് ട്രപ്പസോയിഡ് ഷേപ്പിലേക്ക് മാറും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ട്രപ്പസോയിഡ് ഷേപ്പ് സ്മൂത്ത് എൻഗേജ്മെന്റ് കിട്ടും. ലീഡ് സ്ക്രൂ CNC ടൂൾസിലൊക്കെ യൂസ് ചെയ്യുന്നു. ഈ ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് ആക്മേ ത്രെഡ്, അതായത് ട്രപ്പസോയിഡ് ത്രെഡിന്റെ വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ് ആക്മേ ത്രെഡ്. 29 ഡിഗ്രിയാണ് അതിന്റെ ആംഗിൾ. ഏതിന് ലീഡ് സ്ക്രൂവിൽ യൂസ് ചെയ്യുന്നു. ബട്ടർ ത്രെഡ് എന്ന് പറയുന്നത് 190 ഡിഗ്രിയും അനദർ 45 ഡിഗ്രിയാണ്. പവർ പ്രോസസ്സിലും വൈസസിലും കാർപ്പൻട്രി വെഞ്ചേഴ്സിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. മോഡിഫൈഡ് ബട്ടർസ് ഈ 7 ഡിഗ്രി ഡീവിയേഷൻ ഉണ്ടാവുന്ന മാത്രം ഓർത്തിരിക്കുക. പിന്നെ ഹൈ സ്ട്രെങ്ത് ടൂൾസിലാണ് യൂസ് ചെയ്യുന്നത്. നക്കിൾ ത്രെഡ് എന്ന് പറയുന്ന റൗണ്ടർ ആണ്. റെയിൽവേ കാരേജ് കപ്ലിംഗിലും ഹോസസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ BSW BSF നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ? ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എല്ലാവരും നമ്പർ ഇട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, what is the primary application of square threads in mechanical systems? What is the primary application of square threads in mechanical systems? Okay, B ആണല്ലേ? B. Okay. Power transmission and motion transfer. Next question. What is the standard formula for the height h of an internal square thread? H is equal to 0.25p, 0.5p, 0.5p plus a. H is equal to p plus a. ഓർത്തിരിക്കേണ്ടത് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ കീവേഡ് കിടക്കുന്നത്. ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, നിഖിൽ, ശങ്കർ, സി. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തേ. എല്ലാവരും 2C. സജിൻ, അസ്ന, വിഷ്ണു, അപർണ, ഓക്കെ, സൗമ്യ, വെരി ഗുഡ്. എന്താണ് 2C? അപ്പൊ എ വാല്യൂ എന്ന് പറയുന്നത് 110 mm എന്ന് പറയുന്ന ഒരു ഡയയുമായിട്ട് കണക്റ്റഡ് ആണ്. അതിൽ 110ൽ താഴെയാണ് ഡയ എങ്കിൽ എ വാല്യൂ 0.25ഉം 110 mm ഡയക്ക് മുകളിലാണെങ്കിൽ 0.5ഉം ആയിരിക്കും നമ്മളവിടെ വാല്യൂ ആയിട്ട് കൊടുക്കുക എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the value of A when the thread diameter is above 110 mm? It is the value of A when thread diameter is above 110 mm. 0.25 wrong. 0.75, 1.5. Okay. Next question. Which thread type has a trapezoidal shape and is used for power transmission? Acme thread, isometric thread, buttress thread, knuckle thread. Acme thread, isometric thread, buttress thread, knuckle thread. ട്രപ്പസോയിഡ് ഷേപ്പുള്ള ത്രെഡ് ഇതിലേതാണ്? ഐസോമെട്രിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വി പോലെ ഇങ്ങനെ വരും. ബട്ടർസ് ത്രെഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ വരും. നക്കിൾ ത്രെഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ വരും.
ആക്മെ ത്രെഡ് നമ്മൾ പഠിച്ചാണ് ട്രപ്പസോയിഡ് ഷേപ്പ് വരും. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the included angle of standard acme thread? 60 degree, 45 degree, 29 degree and 30 degree. Is there 5C will be the right answer. Okay, next question. The metric acme thread has an included angle of 29, 60, 30 and 90. Very nice, very good. See. Next question. Which of the following threads has one flank perpendicular to the axis? Which of the following thread has one flank perpendicular to the axis? Acme thread, buttress thread, square thread, knuckle thread. Acme thread perpendicular axis വരുന്നില്ല. Square thread വരുന്നുണ്ട്, but one flank അല്ല, രണ്ട് flank perpendicular axis ആണ്. Knuckle thread അങ്ങനത്തെ സംഭവമില്ല. ഏതായിരിക്കും ആൻസർ? 7B. Okay. Buttress thread will be the right answer. Next question. The modified buttress threads, as per BAS, the bearing flank is inclined at 5 degree, 45 degree, 7 degree or 30 degree. In modified buttress thread, okay, sorry. As per BIS, the bearing flank is inclined at 7 degree. Nice, very good. Next question. Knuckle threads are typically used in screw jack, compound slides, railway carriage coupling or micrometers. Railway carriage coupling. Okay. Next question. Then answer easily. C. Okay. Which thread is most preferred for easy engagement in lead screws? Lead screw നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണെന്ന് പഠിച്ചതാണ്. ലീഡ് സ്ക്രൂ. ക്വസ്റ്റ്യൻ നമ്പർ 10. ആക്മെ ത്രെഡ്. ലീഡ് സ്ക്രൂ എന്ന് കേൾക്കുമ്പോഴേ ആക്മയിൽ പോയി കുത്തിക്കൊള്ളും, വേറെ നമ്മളൊന്നും ചിന്തിക്കൊന്നും വേണ്ട. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The thread form represented by a semicircular profile. B knuckle thread. 11B knuckle thread. Very good. Next question. Which of the following is a real life application of buttress thread? Tailstocks, carpentry vices, ball bearings, pipe fittings. Buttress threadന്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ. ജരാജ്, റുമൈസ, ബർണ, വിഷ്ണു, ഹസ്ന, സൗമ്യ, പ്രണവ്. വെരി ഗുഡ്. കാർപ്പൻട്രി വൈസസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് തീർന്നു. അത്യാവശ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ച ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് ഓഫ് ത്രെഡ്, ബേസിക് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ഏതൊക്കെയാണ്, ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം പോയിന്റ്സ് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തു. ആർക്കും തന്നെ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. പക്ഷേ വാല്യൂസ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, മറന്നു പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്തോളണം, നമ്മുടെ ഭാഗത്തുള്ള പാട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ ഒരു ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ കഴിഞ്ഞ തവണ KWAക്ക് എടുത്ത കുറേ പോർഷൻസ് ഉണ്ട്. ഓക്കെ. അതായത് നമ്മൾ ഈ സിലബസ് റിവൈസ് ചെയ്യുന്നതിന് മുമ്പ് എടുത്തു വെച്ച കുറേ പോർഷൻസ് ഉണ്ട്. ആ പോർഷൻസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ ഫാസ്റ്റനേഴ്സ്, റിവറ്റഡ് ജോയിൻറ്റ്സ്, വെൽഡഡ് ജോയിൻറ്റ്സ്, ബെയറിങ്സ്, ഗിയർ ഡ്രൈവ്സ്, അതുപോലെ നമ്മുടെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിൻ്റെ ഏരിയ, ഡ്രോയിങ്, ഓട്ടോകാഡ്
തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെക്കോർഡ് ലൈബ്രറി ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളതെങ്കിലും അതിൻ്റെ ഓർഡറൊക്കെ ചെറിയ വേരിയേഷൻസ് വരും. നമ്മൾ സിലബസ് വൈസ് തന്നെ പോകും. ബട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് കേട്ടാൽ നല്ലതായിരിക്കും. ഓക്കെ, അത് നമ്മൾ എന്തായാലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഓരോ ലൈവിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട. അതിനു മുമ്പ് നിങ്ങൾ ആ റെക്കോർഡ് ക്ലാസ് കണ്ടു വെച്ചേക്കുക. നോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് പഠിച്ചാൽ മതി. അത് എന്ത് ചെയ്യുക, ഒരു ബാക്കപ്പ്, അതായത് നമ്മൾ കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൽ വേറെ ഡൗട്ട്സ് എന്ന് പറയണേ, ഇതിവിടെ റെക്കോർഡ് കിട്ടുകൊണ്ട് വേറെ ലൈവ് എടുക്കില്ലേ, അത് തന്നെ അങ്ങനെയല്ല. അതൊരു ഈ വീക്കിൽ ഇനി എത്ര ക്ലാസ്, ബുധനും വെള്ളിയും കൂടി ഉണ്ട്. ഓക്കെ, എന്നിട്ട് വേണം ക്ലാസ്സിന്റെ ഭാഗം ചിന്തിക്കാതിരിക്കാനല്ല, അതുകൊണ്ടാണ് ഞാൻ ഫിഗർ ഇടാത്തത്. ഫിഗർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വരില്ലേ, നമ്മൾ ബുക്ക് പോലെ ഒക്കെ ചെയ്ത് വരുമ്പോഴേക്ക്. നോക്കാം മീറ്റർ. അതുകൊണ്ടാണ് ഞാൻ 2 PDF ഇടുന്നത്. നമ്മൾ സ്ലൈഡിന്റെ PDF ഇടുന്നുണ്ട്, ഡീറ്റെയിൽ PDF ഇടുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, അപ്പോൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിന്റെ ഇടയിലായിരിക്കും നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേര് ചിലത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുമല്ലോ, ചിലപ്പോൾ അത് നോട്ടിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കിപ്പ് ചെയ്യുന്നത്. സോ എല്ലാം വേണം, മോക്ക് ടെസ്റ്റ് വേണം, ക്ലാസ് വേണം, ഇത് വേണം, എല്ലാം വേണം. ഞാൻ മാക്സിമം ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി. എൻ്റെ ഉദ്ദേശവും എല്ലാവരും ഗ്രേഡ് 3 ആവുക എന്നുള്ളത് തന്നെ ആയതുകൊണ്ട് അതിൽ വറി ചെയ്യണ്ട. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ നമ്മളിപ്പോൾ നിലവിലിട്ടിരിക്കുന്ന ഓഫർ 999 രൂപയുടെ ഓഫർ തൽക്കാലം ഈ ജൂലൈ മാസം കൂടെ പോവാണ്. കാരണം കുറച്ച് പേര് ജോയിൻ ചെയ്യാൻ സാലറി പ്രശ്നം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ വല്ല അപ്പോൾ സൈനിങ് ഔട്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.